അല്ലേ? മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുച്ചയ്ക്ക് ഉണ്ടാകുമെന്നൊക്കെ പറയപ്പെടുന്നു. 10 ദിവസമായി നമ്മൾ മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു സംസ്ഥാനത്താണ് ജീവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം പോലും ഇല്ലാഞ്ഞിട്ട് അപ്പുറത്ത് വിജയ് ഒപ്പുവിട്ടു, അവിടെ പ്രവർത്തിക്കാനും തുടങ്ങി. നമുക്കിതുവരെ ആയിട്ടില്ല എന്നുള്ളതൊരു ആരോപണം തന്നെയാണ്. അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ നിങ്ങൾ ന്യായം പറഞ്ഞാലും അതൊരു പോരായ്മ തന്നെയാണ്. 10 വർഷം വെളിയിൽ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ, അല്ലെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് നേരത്തെ കണ്ടുപിടിച്ച് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കഴിവുകേട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല, പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ആർ സിയുടെ പക്ഷത്താണ്, രമേശ് ചെന്നിത്തല പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ എന്നോട് പലരും അത് ആർ സിക്ക് എന്താണ് യോഗ്യത എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, വി ഡിക്ക് എന്താണ് യോഗ്യത? വി ഡിക്കയുടെ യോഗ്യതയായിട്ട് എന്നോട് പറഞ്ഞത് സ്പ്രെഡായിട്ട് കിടന്ന കോൺഗ്രസിനെ ഒന്നിപ്പിച്ചു, ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിച്ചു എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ മറുപടി. അല്ലാതെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് അദ്ദേഹം എന്താണ് ചെയ്തതെന്നതിനെക്കുറിച്ച് എനിക്കൊരു മറുപടി ഒന്നും ആരും തന്നില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ, എൻ്റെ അറിവില്ലായ്മയായിരിക്കും ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആർ സി ആ സ്ഥാനത്തിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു. അതായത് സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ലൈഫ് മിഷൻ പദ്ധതി, സ്പ്രിംഗ്ലർ ഡേറ്റ, PSC നിയമനം, ബന്ധു നിയമനം, ഈ പറഞ്ഞ പോലെ ബെഫ്ക്യൂ ആപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ കെ ഫോൺ, ഇ മൊബിലിറ്റി, അതായത് കോവിഡ് സമയത്തെ മാനേജ്മെൻറ്റ് ഡേറ്റയെക്കുറിച്ച്, അങ്ങനെയുള്ള ബന്ധു നിയമനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് ആരോപിക്കുകയും അതിന് പിന്നാലെ പോവുകയും ചെയ്ത ഒരാളാണ് ആർ സി, അതായത് നമ്മുടെ രമേശ് ചെന്നിത്തല. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇടപെട്ടതായിട്ട് വി ഡി സതീശൻ ഇടപെട്ടതായിട്ട് എനിക്കറിയില്ല. ഇനി ഇത്രയും ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന ആർ സി ചെയ്ത കാര്യങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതും വി ഡി സതീശൻ ചെയ്യുന്നതും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വോട്ട് പിടിച്ചു എന്നൊന്നും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം ഭരണവിരുദ്ധ വികാരം, അതായത് പിണറായി വിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ആൾക്കാർ നോക്കുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടി ഒരു പരിധിവരെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവും. കാരണം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് 1000 രൂപ, പിന്നെ 3000 രൂപ പെൻഷൻ, പറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ്സെല്ലാം ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ഇതൊക്കെ തീർച്ചയായിട്ടും സ്ത്രീകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വോട്ട് അങ്ങോട്ട് മറിഞ്ഞതെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സുഖമാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുമ്മാ ബസ്സേ കയറുന്നത്. കാരണം അത് കഴിഞ്ഞ ദിവസം കണ്ട ഒരാളാണ് ഞാൻ. ഈ കർണാടക ബസ്സിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇടിച്ചു കയറുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട ആളാണ് ഞാൻ. അപ്പം എന്തായാലും അതിനെതിരെ ഇപ്പം പ്രൈവറ്റ് ബസ്സുകാർ സമരം തുടങ്ങും. കാരണം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളാണല്ലോ. അപ്പോൾ അവരതിനെതിരെ സമരം തുടങ്ങും. ഈ ഒരു ബസ്സിലെ ഇടിയൊക്കെ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. കാരണം വി ഡി സതീശൻ ഇറങ്ങി വന്ന് വോട്ട് ചോദിച്ചു എന്നൊന്നും പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ കെ സി വേണുഗോപാൽ അവിടുന്ന് MP സ്ഥാനം രാജിവെച്ച് ഇവിടെ വന്ന് ജയിച്ച് മുഖ്യമന്ത്രിയൊക്കെ ആകുന്ന കുറച്ച് റിസ്ക്കാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇവിടെയുള്ള ആരെങ്കിലും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ ഹൈക്കമാൻഡ് വരെ പോകേണ്ട ആവശ്യം പോലും ഇല്ലെന്നാണ് എനിക്ക് പറയുള്ളത്. കാരണം ഇപ്പോൾ രാജീവ് ഗാന്ധിയാണ് അവിടെ ഇരുന്നിരുന്നതെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തേനെ. ഇവരെക്കാട്ടിലും ഇവരുടെ ഒന്നും ഈ ഇരിക്കുന്ന ഒരാളുടെ പോലും അറിവോ ഒന്നുമില്ലാത്ത രാഹുൽ ഗാന്ധി എന്ത് തീരുമാനിക്കാനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. രാഹുൽ ഗാന്ധി അമേഠി നഷ്ടപ്പെട്ടിട്ട് വയനാട് വന്നിട്ടാണ് ഒരു MP പോലും ആയത്. അപ്പോൾ ഇപ്പം അവിടെയൊക്കെ ഫ്ലെക്സ് വന്നിട്ടും ഒക്കെയുണ്ട്. അമേഠി പോലെയാകും, അതായത് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അമേഠി പോലാവും, ഇങ്ങോട്ട് ജയിക്കാൻ വേണ്ടി വരണ്ട എന്നൊക്കെയുള്ള ഫ്ലെക്സുകൾ അവിടെ ഉയർന്നതെന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കോമഡികൾ നടക്കുന്നുണ്ട്. എത്ര ആരാധകരെ അടങ്ങൂ എന്ന് പറഞ്ഞാലും അവർക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളെല്ലാം വി ഡിക്കൊപ്പമാണ്. ഞാനല്ല കേട്ടോ, ഞാൻ ആർ സിക്കൊപ്പമാണ്. പക്ഷേങ്കിൽ ഇവിടുന്ന് പോയ MLA മാരും ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ആൾക്കാരും, ഈ പറഞ്ഞ പോലെ VM സുധീരനൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരും എല്ലാം VM സുധീരൻ വി ഡിക്കൊപ്പമാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ആകപ്പാടെ 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ KCക്കൊപ്പമാണ്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം, എൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചപ്പം എന്താണ് KCയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം, അതായത് നമുക്ക് കേരളത്തിൽ 10 വർഷമായിട്ട് വെളിയിൽ നിൽക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ പൈസയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ഷൻ നടത്താനുള്ള ഫണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച് ഇവിടെ ഇലക്ഷൻ നടത്താനുള്ള ഫണ്ട് കൊണ്ടുവന്നത് KC വേണുഗോപാൽ ഒരാളായിട്ടാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അത് എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് KCയെ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അതായത് ഇന്നലെ ചെന്ന സന്ദീപ് വാര്യർ വരെയും KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം അതാണ്. അതായത് ഇവർക്ക് ഈ ഇലക്ഷന് വേണ്ടി ചിലവാക്കാനുള്ള ഫണ്ട് കൊണ്ടുവന്ന് കൊടുത്തത് KC വേണുഗോപാലാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇത് ശരിയാണോ ഇല്ലയെന്നും അറിയില്ല കേട്ടോ. അപ്പം പക്ഷേങ്കിൽ ഞാൻ ആർ സിക്കൊപ്പമാണ്. കാരണം അതിനൊരു കുറേ കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന ഒരാൾ സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അവിടെ ഭരണപക്ഷം എന്താണോ ചെയ്യുന്നത് അതിൽ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുകൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുകയും അവരുടെ അഴിമതികൾ കണ്ടുപിടിച്ച് അത് പൊതുസമൂഹത്തിൽ എത്തിക്കുകയും അത് തിരുത്തുകയും ചെയ്യാവുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കടമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല
വി ഡി സതീശൻ ചെയ്തതെങ്കിൽ അതായിരുന്നില്ല വി ഡി സതീശൻ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ കുറേ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ വി ഡി സതീശൻ എവിടെ ആയിരുന്നെന്ന് പോലും വലിയ ധാരണയില്ല. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒന്നും ഈ വി ഡി സതീശനെ നമ്മൾ ഒരിക്കൽ പോലും എങ്ങും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പ്രചരണത്തിൽ പോലും വി ഡി സതീശനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം എന്തുകൊണ്ടും ആർ സി ആണ് കുറച്ചുകൂടെ ഭരണപരമായിട്ടും ഒക്കെ കുറച്ചുകൂടെ അറിവുള്ള ആൾ വി ഡി സതീശനെക്കാട്ടിലും ആർ സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ വി ഡി സതീശൻ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇതും ഇല്ലായിരുന്നു, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. എന്നിട്ട് പുള്ളി ഇതേ പ്രധാനമന്ത്രി വരെ ആയില്ലേ എന്നൊക്കെയാണ് വി ഡി സതീശൻ ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ഭരിക്കാനൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വിജയ് ആണേലും നേരത്തെ ഭരിച്ചോ അല്ലെങ്കിൽ 2 വർഷം മാത്രം ആയുസുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും നമുക്കൊരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്ന കാര്യം 10-55 വയസ്സുള്ള രാഹുൽ ഗാന്ധി ഒരിടത്തും ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ഒന്നും ആയിട്ടില്ല. ആ പാടെ വയനാട്ടിൽ വന്ന് ജയിച്ചിട്ടാണ് MP ആയിട്ടിരിക്കുന്നത് തന്നെ. ആ സീറ്റൂടെ പോയാൽ പുള്ളി ഒന്നും അല്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ പോലെ MLAയും MP ഒക്കെ ആയ ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ പറയുന്നതിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്നത് തന്നെ എനിക്കത്ര ഇഷ്ടപ്പെട്ട് ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ഒത്തൊരുമയോടുകൂടി നിന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല, ഒരാളുടെ പേര് നിർദ്ദേശിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒത്തൊരുമ ഇല്ലായ്മയാണ് ഇപ്പം കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ വി ഡി സതീശനെ കുറിച്ച് ഇപ്പോൾ ആൾക്കാർ പറയുന്നതല്ല, വി ഡി സതീശൻ്റെ കഴിവുകൊണ്ടാണ് ഇപ്പം ഈ കേരളത്തിൽ ഇത്രയും കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചതെങ്കിൽ അതുകൊണ്ടാണോ എന്നറിയണമെങ്കിൽ 5 വർഷം നമ്മൾ കാത്തിരുന്നേ മതിയാവുള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഏകദേശം പുള്ളിയുടെ കഴിവുകൊണ്ടാണോ ഈ വിജയം ഇപ്പോൾ കൈവരിക്കാൻ സാധിച്ചതെന്നൊക്കെ. എന്തായാലും കൊള്ളാം, നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് വന്നു. പക്ഷേങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ കൃത്യമായിട്ട് 10 ദിവസമായിട്ടും അവർക്ക് 10 വർഷം വെളിയിൽ നിന്നിട്ടും അവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത്, മുമ്പോട്ട് വെക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു പോരായ്മയായിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഞാൻ പലപ്പോഴും ഈ നമ്മുടെ കോൺഗ്രസ്സുകാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെയല്ല. അവർ പറയും മുഖ്യമന്ത്രിയായ ഞങ്ങൾക്ക് പിണറായി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ആളുണ്ടെന്നൊക്കെ അവർ പറയും. പക്ഷേ അങ്ങനെ ഒരാൾ ഇല്ലാത്തതായിരുന്നു പ്രശ്നം. നേരത്തെ ഇത് കണ്ടുപിടിച്ചൊക്കെ വെക്കേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിന് പ്രശ്നമാണ് ഈ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല വി ഡി സതീശൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിജയമുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും. ഇനിയിപ്പോൾ നീ വിശ്വസിച്ചിട്ട് എന്നാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ പോലും ഒരു സീറ്റ് പോലും കോൺഗ്രസ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ ജനീഷ് കുമാർ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റും കോൺഗ്രസിന് കിട്ടി. അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ ഭരണവിരുദ്ധ വികാരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി അതൊക്കെ നടപ്പാക്കിയാൽ നല്ലതാണ്. അതൊക്കെ നടപ്പാക്കിയില്ലെങ്കിലാണ് ഇനി പ്രശ്നങ്ങളുണ്ടാകാൻ പോകുന്നത്. അപ്പം ഉച്ചയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ജനവികാരമൊക്കെ എല്ലാവരും ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുമെന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള MLAമാരെല്ലാം KCക്ക് പിന്തുണയുമാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അതേപോലെ തന്നെ സുധാകരനെ ഇലക്ഷൻ നിൽക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പം ജനവികാരമൊന്നും കണക്കിലെടുത്തില്ല. പുള്ളിയെ മത്സരിക്കേണ്ടെന്ന് തന്നെയായിരുന്നു തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. കണ്ടറിയാം.